വട ഉണ്ടാക്കിയാലോ? അതുപോലെ ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ കുറച്ചാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്ക് എരി ഒരുപാട് വേണ്ട, അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് ചേർത്തിയത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചതച്ച് ചേർത്താണ്. ഇങ്ങനെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിലും എല്ലാം കൂടെ ചതച്ചത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ശകലം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാനിത് ചതച്ചപ്പോൾ അതിൻ്റെ കൂടെ ശകലം ഇട്ടിട്ടുണ്ട്, എന്നാലും ശകലം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മാവെല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് കുഴയ്ക്കണം. എന്നിട്ട് ഇത് ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന് മാവ് നല്ലതുപോലെ അയയണം. അയഞ്ഞെങ്കിലേ നല്ല രീതി മയമുള്ള ഉള്ളിവട കിട്ടത്തുള്ളൂ. ഇനി ഒരു മണിക്കൂർ ഇതൊന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ മാവെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിവട ചൂടാം. എണ്ണ അടപ്പേ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ആ എണ്ണയ്ക്കകത്തോട്ട് ഉള്ളിവട പിടിച്ചിടാം. നമ്മുടെ ഉള്ളിവടയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ കോരിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിവടയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ? കടയിലുണ്ടാക്കുന്ന കൂട്ടുള്ള ഉള്ളിവടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.